അച്ഛാ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് എൻ്റെ നിശ്ചയം നടത്തണം. എനിക്ക് ആ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും സൗന്ദര്യമൊക്കെ ഉള്ള എന്നെ അവൾ എന്തിനു വേണ്ടെന്ന് നോക്കണം അച്ഛാ. അച്ഛൻ ആ ബ്രോക്കറിനെ വിളിച്ചിട്ട് എത്ര പെട്ടെന്ന് റെഡിയാക്കി. അതൊക്കെ അച്ഛനേറ്റു. നീ സന്തോഷമായിട്ട് പോയിട്ട് വാ, ഞാൻ എല്ലാം നോക്കിക്കൊള്ളാം. അച്ഛാ അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം. അതിന്റെ അടുത്ത മാസം കല്യാണം. അച്ഛൻ എനിക്ക് പെട്ടെന്ന് നടത്തി തരണം. ഓഫീസിലുള്ളവരൊക്കെ ചോദിക്കുക എന്താ നിന്റെ കല്യാണം നടക്കാത്തത്, എന്താ നിന്റെ കല്യാണം നടക്കുന്നത്. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. അതെല്ലാം ശരിയാക്കാം, നീ പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട്. അല്ല അപ്പൊ അതിന്റെ ചെലവൊക്കെ അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ എന്റെ FD പൊട്ടിക്കും, അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും നടത്തും. എന്തായാലും അവന്റെ ആഗ്രഹം നടക്കട്ടെ. എന്താടാ ഞാൻ ബിസിനസിന് കാശ് ചോദിച്ചപ്പം അച്ഛൻ്റെ കയ്യിൽ ഇല്ല. ഇവന് കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണം പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്ത് കൊടുക്കും അല്ലേ? ഡാഡാ നീ ഇതിൽ ഇടപെടണ്ട. ഇടപെടും. കുറെ സ്ഥലം ഉണ്ടല്ലോ, അതിലേതെങ്കിലും വിറ്റ് എനിക്ക് കാശ് ഒന്നുകൂടെ. എന്നെ പറ്റി ഈ വീട്ടിൽ എന്തെങ്കിലും വ്യാകുലതുണ്ടാ? ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്കുക, എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം. പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നതേ ഉള്ളൂ, തിരിച്ചടയ്ക്കുന്നതേ അവൻ അതിനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാണല്ലോ. എന്നോട്ട് വിശ്വാസമില്ലേ? ഇല്ല ഒട്ടുമില്ല. നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. തടയാൻ പറ്റുമെങ്കിൽ വളർത്തി കളഞ്ഞവനെ. സോറി സുനിലെ, കോൾ എടുക്കാൻ പറ്റിയില്ല. കോൾ എടുക്കാഞ്ഞത് മനഃപൂർവ്വമല്ല, വീട്ടിലാകെ പ്രശ്നമോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. ഞാൻ സുനിലിനെ പിന്നെ വിളിച്ചാൽ മതിയോ? അവള് പോയടാ. ഇതല്ലടാ പറ്റിയ അവസരം. എന്തിനി? ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ഒന്ന് പറയടാ. നീ അവളാണ് കെട്ടിക്കോ. അത് പോയിന്റ്. എടാ നീ വെറുതെ പറ്റുമ്പോഴത്തെ ചെക്കനവരെ വള്ളി പിടിപ്പിക്കില്ലാട്ടാ. ഓടാ എന്റെ മാവേ, നിന്റെ ആവശ്യം തീറ്റാ ബിസിനസ് ചെയ്യാൻ ആണാ? അവൾക്ക് ഒരു ജോലി ബാങ്കില്. അപ്പൊ അവളെ കെട്ടിയ പിന്നെ നിനക്ക് ലോൺ കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടാ? ഇല്ല. നീ ഒന്ന് ആലോചിക്കേ, നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് മുമ്പ് നിന്റെ കല്യാണം നടന്ന അവൻ ഈ നാട്ടിൽ നാറും, പിന്നെ അവൻ ഈ നാട്ടിൽ ഇത് തന്നെയല്ലേ നമ്മളെ സുഖമായിട്ടും ചെയ്തത്. പുള്ളി ഇപ്പൊ ഏതാ ലെവല്. പുള്ളിക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് കണ്ണു മുട്ടി ചെയ്യാം. നീ യോഗ്യനാണ്, നീ ചെയ്യണം. ഞാൻ ചെയ്യും. വിളിച്ചോ? അതിനവള് സമ്മതിച്ചാലല്ലേ? ഒരുപാട് രക്ഷോടാ സമ്മതിക്കാത്തത്. ഐ ലവ് യു. അത് ശരി. അപ്പൊ പോയിന്റ് പറഞ്ഞ നമ്മളാരേ പോയി ഒളിഞ്ഞു കേൾക്കാം. ഹലോ. സുമി, ഞാൻ വിളിച്ചത് കാര്യം പറയാനാ. പറ സുനിലെ. അത് ഞാൻ എന്താണെങ്കിലും പറ. അത് ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടും കല്യാണം കഴിച്ചാലോ? ഹലോ, കട്ട് ചെയ്തു. എടാ പിന്നെ എന്റെ ജീവിതം പോയാ? അതിന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞതല്ലേ ഉള്ളൂ. എന്തിനാണ് ആ പാവത്തിനൊക്കെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കണം? അത് ഇനി എല്ലാവരും കൂടെ എന്റെ മതി കയറിക്കോ. എടാ നീ ആ കൊച്ചിനെ വിളിച്ചൊരു സോറി പറ. സുമി, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ബുദ്ധിമുട്ടായെങ്കിൽ ഐ ആം റിയലി സോറി. സൗണ്ട് മാറ്റുന്ന എന്തിനാ? ഹലോ രേവു. സുമി, നീ എന്താ തീരുമാനിച്ചേ? എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇങ്ങോട്ട് വന്നേ. അപ്പൊ നീ നിന്റെ വീട്ടുകാർ പറഞ്ഞ പോലെ ആ അമ്മാവനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ? ഏയ് അതൊന്നും അല്ല. പിന്നെന്താ നിന്റെ പ്രശ്നം? നിനക്ക് അവനെ ഇഷ്ടല്ലേ? സത്യം പറഞ്ഞ അവനെന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത്. എൻ്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. വേറെ എന്ത് വേണം? അതല്ല, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒന്ന് കണ്ടിട്ട് പോലും ഇല്ല. അതൊക്കെ അല്ലേ അതിന്റെ ഒരു ത്രില്ല്. ഞാനും രവിയേട്ടനും എങ്ങനെയാ പിന്നെ കല്യാണം കഴിച്ചേ? ഫോണിൽ കൂടെ പ്രണയിച്ചിട്ട്. ഞാനൊരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലേ രവിയേട്ടന്റെ. പക്ഷേ രേവു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
ഇനി നിന്റെ ഡെസിഷനാണ്. ഇവനെ വേണോ അതോ ആ അമ്മാവനെ വേണോ എന്ന് നിനക്ക് തീരുമാനിക്കാം. എന്തായാലും ആ കൃഷ്ണകുമാറിനെ ഞാൻ കെട്ടില്ല. ആ അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നീ അവനെ വിളിക്കേ. വിളിക്ക് സുമി. ഹലോ സുനിൽ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആണോ? ആ സോറി പറഞ്ഞല്ലേ, അത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കല്യാണത്തിന്റെ കാര്യം. എനിക്ക് സുമിയെ ഭയങ്കര ഇഷ്ടമാണ്. സുമിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സുമിയുടെ സമ്മതം കൂടി എനിക്ക് വേണമല്ലോ. സോ എന്റെ ലൈഫിൽ ഇത്രയും നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത എന്റെ വീട്ടുകാരാ. പക്ഷെ ഈ തീരുമാനം എന്റേതാ. എനിക്ക് സമ്മതമാ. ഹലോ ഹലോ ആ ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു. ഞാൻ റെഡിയാ. ഓക്കെ.